ചായുവാൻ അലിവിന്റെ ചില്ലയിൽ പ്രിയപ്പെട്ട സഹപാഠികൾക്ക് എന്റെ നമസ്കാരം. ഇന്ന് നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നാം എല്ലാം വളരെ കാലമായി കാത്തിരുന്ന ഒരു വിശിഷ്ടാതിഥി ഇന്ന് നമ്മുടെ കലാലയത്തിൽ എത്തുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകാനും വിദ്യാർത്ഥികളിലെ ക്രിയാശീലത്തെ പരിപോഷിപ്പിക്കാനും നമുക്ക് സ്വാഗതം ചെയ്യാം നിരവധി കമ്പനികളുടെ തലവനായ ദി വൺ ആൻഡ് ഓൺലി ബിസിനസ് ഐക്കൺ മിസ്റ്റർ രവിചന്ദ്ര വർമ്മൻ. പ്രിയപ്പെട്ട സഹപാഠികൾക്ക് എന്റെ നമസ്കാരം. ഇന്ന് നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ്. പ്രിയപ്പെട്ട സഹപാഠികൾക്ക് എന്റെ നമസ്കാരം. ഇന്ന് നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ്. എന്താണെന്ന് നീ നിന്റെ നാവിൽ നിന്ന് ചോദിക്കുന്നതിന് മുൻപ് ഞാൻ തന്നെ അത് പറയാം. നിന്റെ ഈ വീടിന്റെ മഹാലക്ഷ്മിയായ പൊന്നുംകുടമില്ലേ, നിന്റെ മകൾ ശ്രീലക്ഷ്മി, അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നുവെന്ന് അമ്മ പറയുന്നു. പ്രത്യേകിച്ചും ഈ അഷ്ടമി നാൾ മുതലാണ് ഗ്രഹങ്ങളുടെ ഭാവമാറ്റം. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിൽ 100 കണക്കിന് അഷ്ടമികൾ വന്നുപോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നേ ദിവസത്തെ അഷ്ടമി നാളിന്റെ മഹത്വം മുൻപൊരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല. നല്ല കാലം വരാൻ പോകുന്നു. മാറ്റത്തിന്റെ വളരെ വളരെ നല്ല കാലം. ഏയ് ശ്രീലക്ഷ്മി, നീ ഇനി റെഡി ആയില്ലേ? ഇപ്പൊ തന്നെ ലേറ്റാ. ഇന്ന് കോളേജിലെ ഫംഗ്ഷൻ അറിയാലോ നിനക്ക്? അറിയാതെ പിന്നെ, അതിനല്ലേ ഞാൻ ഈ കാണാതെ പഠിക്കുന്നേ. നീ പോയിക്കോ, എനിക്ക് കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറ്റൂ. എന്നാ അത് മതി. വെൽക്കം സ്പീച്ചാ നിന്റേത്. അരമണിക്കൂർ മുമ്പെങ്കിലും നീ ഇവിടെ ഉണ്ടാവണം. എനിക്കൊന്ന് യൂണിവേഴ്സിറ്റി വരെ പോണം. ഞാൻ പോവാ. ആ ശരി. പ്രിയപ്പെട്ട സഹപാഠികൾക്ക് എന്റെ നമസ്കാരം. ഇന്ന് നമുക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. നാം എല്ലാം വളരെ കാലമായി കാത്തിരുന്ന ഒരു വിശിഷ്ടാതിഥി ഇന്ന് അച്ഛാ ശ്രീലക്ഷ്മി, അച്ഛനി വേറെ ചന്ദനത്തിരി കത്തിക്കണ, നല്ല മണം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഓം ശാന്തി ശാന്തി. വിദ്യാർത്ഥികൾക്ക് നാം എല്ലാം വളരെ കാലമായി കാത്തിരുന്ന ഒരു വിശിഷ്ടാതിഥി ഇന്ന് നമ്മുടെ കലാലയത്തിൽ എത്തുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുവാനും വിദ്യാർത്ഥികളിലെ പോലെ നോക്കാന്ന്. എന്നിട്ട് എനിക്ക് കിട്ടിയതോ 2 കാര്യങ്ങൾ. 1 കണ്ണീര്, 2 വേർപ്പ്. വേർത്ത് കുളിച്ചു വന്ന അല്പം തണുത്ത വെള്ളം കുടിക്കാന്ന് വെച്ചാലോ ഈ ഫ്രിഡ്ജ് കംപ്ലൈന്റോട് കംപ്ലൈന്റ്. പിന്നെ ഈ ചൊക്കട്ട ഫാൻ മാത്രം ബാക്കിയുണ്ട്. അതാണെങ്കിൽ കരകരാ കരകരാന്ന് ഒരേ കരച്ചിലും. സരോജം, നീ വിഷമിക്കണ്ട, നമുക്ക് ഓരോന്നായിട്ട് ശരിയാക്കാം. ഞാൻ രാവിലെ ജോലിക്ക് പോട്ടെ, ബാക്കി കംപ്ലൈന്റ് രാത്രി വന്നിട്ട് കേൾക്കാം. ഇപ്പൊ ആളുകൾ ശ്രീടച്ച കാപ്പ് കുടിച്ചിട്ട് പോ. എന്റെ പൊന്ന് സരോജം, കടയുടെ എല്ലാ താക്കോലും എന്റെ ഈ ബാഗിലാ. എനിക്ക് പോണം.
അച്ഛാ കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഇപ്പൊ സമയമില്ല. മാത്രമല്ല ഇവിടുത്തെ ഈ കരിഞ്ഞ ദോശ കഴിച്ച വയറുവേദന ഉറപ്പാ. പൈപ്പ് കണക്ഷൻ എടുക്കാനോ ഫ്രിഡ്ജ് നന്നാക്കാനോ ഒന്നുമല്ല. ദാ ഈ പൈസ കൈ വെച്ചട്ടെ. പോകുന്ന വഴിക്ക് കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. രാവിലെ വെറും വയറ്റിൽ ഇറങ്ങിയതല്ലേ. ഏയ് ഇതൊന്നും വേണ്ട. കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുതലാളി എല്ലാവർക്കും ചായയും വടയും മേടിച്ചു തരും. ഇന്നിപ്പോ അത് മതി. അത് പോരാ, നിങ്ങളുടെ മുതലാളിയല്ലേ, അയാൾ 5 പൈസ ചെലവാക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീയുടെ അച്ഛൻ ഒരു പാവമായതുകൊണ്ട് അയാൾ എപ്പോഴും പറ്റിക്കുന്നതാ. ശ്രീയുടെ അച്ഛൻ അവിടെ വയറ് കാഞ്ഞിരുന്ന ഇവിടെ എരിയുന്ന എന്റെ നെഞ്ചാ. ഇവളുടെ ഒരു കാര്യം സരോജം, ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട് നിന്നെ എനിക്ക് ഭാര്യയായി കിട്ടിയത് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യം കൊണ്ടാണെന്ന്. ഞാൻ ജനിച്ചത് തന്നെ നിന്റെ ഭർത്താവാകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മതി മതി, ഇത് പണ്ട് കണ്ട ഏതോ പ്രേം നസീർ സിനിമയിലെ ഡയലോഗാ. അച്ഛനങ്ങ് പോയാട്ടെ, കട തുറക്കാൻ സമയായി. ഇറങ്ങിയോ? നോക്കിക്കോ, നമുക്ക് തന്നെ ഫസ്റ്റ് അടിക്കണം. അതിന് നീ ഇങ്ങനെ കളിച്ചാ പോരാ, നന്നായിട്ട് കളിക്കണം. ഇന്നെന്താ രാവിലെ പ്രാക്ടീസ്? സ്പെഷ്യൽ ക്ലാസ്സാ ചേച്ചി. അടുത്ത ആഴ്ച യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ? എന്നാ പൊക്കോട്ടെ ചേച്ചി. വേഗം വാ, സ്കൂളിൽ പോകാൻ സമയായി. എന്തായി? നസീറും ഷീലയും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ കഴിഞ്ഞു. എന്താ നിനക്കില്ല അങ്ങനെ ആഗ്രഹം? ഇല്ല, എന്റെ ആഗ്രഹം വേറെയാ. എനിക്ക് ഭർത്താവിന്റെ ചെലവില് ജീവിക്കാനേ ആഗ്രഹമില്ല. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടേ നല്ലൊരു ജോലി വാങ്ങും. എന്നിട്ട് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യവും. ആ അതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഛേ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ പോട്ടെ. ഉമ്മതാ ഏതെങ്കിലും ABCD കമ്പനിയിൽ ജോലി ചെയ്ത് സുഖം അനുഭവിക്കുന്ന പോലെ അല്ല ഇവിടെ. We have a destination point and to achieve that we have to travel a lot. Hard work, hard work, hard work. That's the mantra we should chant every day. And you guys know that hard work always pays. Am I right? Yes, madam. Good. ഈ സാന്ദ്ര വേണമെങ്കിൽ കൊച്ചു കൊച്ചു തെറ്റുകൾ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ക്ഷമയുണ്ടാവില്ല. You guys get that? Yes, madam. എന്താ ഇത്? രാവിലെ ആരും വെള്ളം കുടിക്കാത്ത പോലെ. Come on, louder. Yes, madam. That's it. Anger is not good, Sandra madam. എന്താണ് മിസ്റ്റർ രാജാറാം സർ, ഇവിടെ ഫാഷൻ ഷോ കാണാനുള്ള മൂഡിൽ ആരും ഇല്ലല്ലോ. ലേറ്റ് ആകാൻ സാധ്യതയുണ്ടോന്ന് മെസ്സേജ്. വേറെ ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, കോളേജ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. സാർ ഇന്ന് അവിടേക്ക് പോകുന്നില്ല. സോറി, എനിക്കെന്തോ സാർ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കോളേജ് പ്രോഗ്രാമുകൾക്ക് സാർ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. കുട്ടികളുമായുള്ള ഇന്ററാക്ഷനിൽ സാർ എപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്. പ്ലീസ് രാജാറാം സർ, ഇത്തരം കാര്യങ്ങൾ എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതിൽ നിങ്ങൾ ഇടപെടരുത് പ്ലീസ്. ഗുഡ്. സാറിന്റെ മെസ്സേജ് ആണ്, 5 മിനിറ്റിനകം ലാൻഡ് ചെയ്യും.
രാജാറാം സർ, Yes. സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ. ഷുവർ മാഡം. ആ, വണ്ടികൾ റെഡിയല്ലേ? സാർ എത്തി. എല്ലാവരും ഹെലിപാഡിൽ എത്തിക്കോളൂ. ഐ ആം ദയർ. മാഡം പ്ലീസ്. സർ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഇൻഫാക്ട് ഇഫ് യു ട്രാവൽ ബൈ കാർ യു ക്യാൻ ടേക്ക് ഇനഫ് റെസ്റ്റ്. No rest, cycle is the best. സർ പ്ലീസ് സർ. First you remit the file, okay? ഓക്കെ സർ. Good day, guys. സർ, പ്രിയപ്പെട്ട സഹപാഠികൾക്ക് എന്റെ നമസ്കാരം. ഇന്ന് നമുക്കെല്ലാം